അപൂർവം സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ്സിന് തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്നത്. അതിലൊന്ന് കഴിഞ്ഞ തവണ ഭരണത്തിൽ വന്ന കർണാടകയിലാണ്. പക്ഷെ അവിടെ വലിയ പ്രശ്നമാണ്. സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഓരോ ദിവസവും രൂക്ഷമാവുകയാണ്. അത് തുടക്കകാലത്ത് തന്നെ പിണങ്ങി നടന്നതാണ് ഡി കെ ശിവകുമാർ എന്ന് എല്ലാവർക്കും അറിയാം. എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞ് അതിപ്പോൾ ഒന്നുകൂടി കടുത്തിട്ടുണ്ട്. 2.5 വർഷം കഴിഞ്ഞ് മാറ്റമുണ്ടാകും എന്ന വാക്ക് പാലിക്കപ്പെടുന്നില്ല എന്നാണ് ഇപ്പോൾ ഡി കെ ശിവകുമാർ പറയുന്നത്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൽ ഭിന്നത രൂക്ഷമാണ്. ഡി കെ ശിവകുമാറിനെ അനുകൂലിക്കുന്ന MLA-മാർ ഇന്ന് പാർട്ടി ദേശീയ നേതൃത്വത്തെ നേരിൽ കാണും. ഡൽഹിയിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിലവിലുള്ള മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ മാറ്റി ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യമാണ് കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുക. വിവരങ്ങളുമായി ശ്രീകാന്ത് ഒരിക്കൽ കൂടി ചേരുന്നു. ശ്രീകാന്ത്, അതായത് തുടക്കം മുതൽ ഈ അടി പ്രകടമാണ്. പക്ഷേ കാത്തിരുന്നു കിട്ടിയത് കൊണ്ട് അത് തുടർന്നു പോകട്ടെ എന്ന് വിചാരിച്ചു. ഒടുവിലൊരു ധാരണയിലെത്തി 2.5 വർഷം വീതം വെപ്പായിരുന്നു. പക്ഷേ 2.5 വർഷം കഴിഞ്ഞ ദിവസത്തിലും സിദ്ധരാമയ്യ അതേ സ്ഥാനത്ത് തന്നെ ഇരിപ്പുണ്ട്. ഡി കെ ശിവകുമാർ വലിയ പ്രശ്നത്തിലാണ്. ശിവകുമാർ ഹൈക്കമാൻഡിനെ കാണാൻ പലപ്പോഴും ശ്രമിച്ചിട്ടും ചെവി കൊടുത്തില്ല ഹൈക്കമാൻഡ്. ഇന്നിപ്പോൾ MLA-മാരെ പറഞ്ഞയച്ചിരിക്കുകയാണ് അല്ലേ? കൃഷ്ണരാജ, ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ്. 10 MLA-മാരാണ് നിലവിൽ കർണാടകയിൽ നിന്നും ഡി കെ ശിവകുമാർ പക്ഷത്തിനൊപ്പം നിന്ന് ഡി കെ ശിവകുമാറിന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് ഹൈക്കമാൻഡുമായി അവർ കൂടിക്കാഴ്ച നടത്തും എന്നാണ് മനസ്സിലാകുന്നതും. മല്ലികാർജ്ജുൻ ഖാർഗെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ കാണാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. അതിൽ എത്രത്തോളം ഈ ഖാർഗെയെ കാണാൻ സാധിക്കും, അതോടൊപ്പം തന്നെ KC വേണുഗോപാലിനെയും അവർക്ക് ലഭ്യമാകും. അതിനപ്പുറത്തേക്ക് കൂടിക്കാഴ്ചകൾ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. ഇതൊരു സമ്മർദ്ദതന്ത്രവും അതോടൊപ്പം തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചു നിൽക്കുക എന്നുള്ളതുമാണ്. ഈ വിഷയം വാർത്തകളിൽ നിറച്ചു നിർത്തുക എന്നുള്ള ഡി കെ ശിവകുമാറിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഈ 10 MLA-മാരുടെ യാത്ര. കാരണം ഈ 10 പേരെ ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുത്ത് ഡൽഹിയിലേക്ക് അയച്ചാലൊന്നും മുഖ്യമന്ത്രിയാകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കാൻ സ്വാഭാവികമായും കുശാഗ്ര ബുദ്ധിയുള്ള ഡി കെ ശിവകുമാറിന് അറിയാം. പക്ഷേ ഈ 2025 നവംബർ 20-ന് 2.5 വർഷ കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞു സിദ്ധരാമയ്യ. എന്നിട്ടും ആ മുഖ്യമന്ത്രി കസേരയിൽ സിദ്ധരാമയ്യ തുടരുകയാണ്. നേരത്തെ ഉണ്ടാക്കിയ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. 17ാം ബജറ്റും താൻ തന്നെ അവതരിപ്പിക്കും എന്ന് സിദ്ധരാമയ്യ പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഡി കെ ശിവകുമാറിന് മുന്നിൽ മറ്റ് പോംവഴികളില്ല. ഇതിങ്ങനെ നിറച്ചു നിർത്തുക, പ്രസ്താവനകൾ ഓരോ കോണുകളിൽ നിന്നും പ്രസ്താവനകൾ ഇറക്കിക്കുക, താൻ ഇപ്പോഴും ആ മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി കുപ്പായം തയ്ച്ച് കാത്തിരിപ്പുണ്ട് എന്നുള്ള കാര്യം ഹൈക്കമാൻഡിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് ഡി കെ ശിവകുമാർ ചെയ്യുന്നത്. സിദ്ധരാമയ്യ പക്ഷേ ഇനി ഏതെങ്കിലും കാരണവശാൽ ഇറങ്ങേണ്ടി വന്നാൽ തൻ്റെ വിശ്വസ്തരിൽ ആരെയെങ്കിലും ആ മുഖ്യമന്ത്രി കസേരയിലേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത്. സതീഷ് ജാർക്കിഹോളിയെയാണ് സിദ്ധരാമയ്യ പരിഗണിക്കുന്നത്. അതായത് ഒരു കാരണവശാലും ഡി കെ ശിവകുമാറിനെ കർണാടക മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തില്ല എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് ഈ സിദ്ധരാമയ്യ. അതായത് സ്നേഹത്തിൻ്റെ കട തുറന്നു എന്നാണ് രാഹുൽ ഗാന്ധി കർണാടകയിൽ അധികാരം കിട്ടിയപ്പോൾ പറഞ്ഞത്. ഈ രീതിയിലുള്ള കടയാണ് തുറക്കുന്നതെങ്കിൽ കോൺഗ്രസ് അവശേഷിക്കുന്ന സംസ്ഥാനങ്ങൾ ഹിമാചലും ഈ കർണാടകയും തെലങ്കാനയും ഒക്കെയാണ്, വൈകാതെ ആ കടയും പൂട്ടും. കർണാടകയിൽ വലിയ പ്രതിസന്ധിയാണ്. അവിടെ ഡി കെ ശിവകുമാറിന് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണം. പക്ഷേ സമ്മതിക്കുന്നില്ല സിദ്ധരാമയ്യ. താൻ മാറുകയാണെങ്കിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ആ കസേരയിൽ ഇരുത്തണം എന്നാഗ്രഹിക്കുകയാണ് സിദ്ധരാമയ്യ. വലിയ പ്രതിസന്ധിയിലേക്കാണ്. അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എന്തും സംഭവിക്കാം. സ്നേഹത്തിൻ്റെ കട ഒരിടത്തു കൂടി പൂട്ടാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്.